കർത്താവ് നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞാൻ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് ഈ പട്ടണത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ശരിയായ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ശരത് സ്ഥാനത്ത് നിന്ന് അതിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവരുടെ നേതൃത്വം കൊടുക്കുക. നാഷണൽ സർവീസ് സെക്രട്ടറി ആയി സേവനമനുഷ്ഠിക്കുന്ന ദാസൻ ക്രൈസ്റ്റ് പാസ്റ്ററെ കുടുംബമായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ കർത്താവ് ഒരിക്കൽ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ദാസൻ പാസ്റ്റർ നേതൃത്വത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യപ്പെട്ടവർ ഗാനങ്ങൾ ആലപിപ്പാൻ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരുക്കുവാൻ കൃപയ്ക്കായും കർത്താവ് സ്തോത്രം ശരിയാണ്. മുമ്പായിട്ട് സങ്കീർത്തനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലോചന ചെറിയ മിനിറ്റ് കൊണ്ട് ശ്രേഷ്ഠകരമായ ആലോചനയും സാക്ഷ്യവും ഷെയർ ചെയ്ത കർത്താവദാസൻ്റെ കുഞ്ഞു പാസ്റ്റർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ സന്നദ്ധനായിരിക്കുന്ന ദാസൻ പ്രത്യേകിച്ച് ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നികൃതനായ കർത്താവിൻ്റെ ദാസൻ ബിജു പാസ്റ്ററെ കുടുംബമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ജോബാറ്റി പാസ്റ്റർക്കായി കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നതിൻ്റെ എന്തും കൂടിയാണ് ഒരുമിച്ച് പഠിക്കുന്നതിന് സന്തോഷമുണ്ട്. പൂർണ്ണ കാരണം ദൈവമക്കൾ ഇവിടെയുള്ള ദൈവമക്കൾ പലയിടങ്ങളിൽ നിന്നും കാദേശിപ്പാൻ പലയിടങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ദൈവമക്കൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ തനിമേറിയ നാമത്തിൽ ഹൃദയംഗമായി മനസ്സ് തുറന്ന് നിങ്ങളെ വന്ദനം ചെയ്യുകയാണ്. കർത്താവ് വന്നിട്ടുണ്ട്. എത്ര പേരെ വിശ്വസിക്കുന്നത്? നമ്മൾ പ്രതീക്ഷിച്ച പലരും വന്നിട്ടില്ലെങ്കിലും കർത്താവ് വന്നിട്ടുണ്ട്. എന്ത് സന്തോഷമില്ല. ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നതിൽ കൂടെ കർത്താവ് സാന്നിധ്യം നമുക്ക് ഒരുമിച്ച് ഒരു പങ്കായിരിക്കട്ടെ. ഇന്ന് ഈ ചർച്ച ഇവിടെ പ്രാർത്ഥിച്ച് ദൈവാലുകളിൽ കൊടുക്കുമ്പോൾ ഈ ഉറപ്പുണ്ട്, ദൈവം നട്ടതിനെ ദൈവം പരിപാലിക്കും. ദൈവം അറിയാതെ ഒരു പട്ടണത്തിലൊരു സഭ വീഴത്തില്ല. ദൈവം അറിയാതെ ഒരു കൂട്ടം ഉണ്ടാകത്തില്ല. ദൈവം അറിയാതെ ആരാധന ഉണ്ടാകത്തില്ല. ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ പ്ലാനിങ് പ്രകാരം ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ദൈവവചനത്തിന് വേണ്ടി നിൽക്കുവാൻ ഏത് കാലഘട്ടത്തിലും ഒരു കൂട്ടത്തെ കർത്താവ് നിർത്തും. വിളിച്ചു പോകാതിരിച്ച കൂട്ടമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യും. അതിനകത്ത് ആൾക്കാരുടെ കൂട്ടത്തിലല്ല, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി വചനത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ ഏത് കാലഘട്ടത്തിലും കർത്താവ് അവരെ ജയത്തോടെ നിർത്തും. ഒന്ന് പകൽക്കാലം ഈ ചെറിയ ആരംഭത്തെ തുച്ഛീകരിക്കാത്ത കർത്താവ് ഇത് നാളുകൾ കഴിയുന്തോറും ദൈവപ്രവൃത്തിയുടെ ദൈവമഹത്വത്തിന് അനേകരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ ഈ പട്ടണത്തിൽ ഈ സമയം ആരെങ്കിലും വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിശ്വസിക്കാം. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാനൊക്കെയായി തീരും. ഇന്ന് വൈകുന്നേരം നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് ഈ പട്ടണത്തിൽ ദൈവസഭ കർത്താവിന്റെ കരങ്ങളിൽ പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ മാനുഷികമാകുന്ന കരങ്ങളല്ല ഇതിനെ വെക്കേണ്ടത്, സ്വപ്നത്തിന്റെ കരമാണ് വെക്കേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പേരുകളോ പെരുമകളോ ഒന്നും ഉയരാനല്ല, ദൈവനാമ മഹിത്വത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന സമയങ്ങളുണ്ടോ അവിടെ കർത്താവിന്റെ നാമം ഉയർന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം. ഈ പറഞ്ഞ സ്ഥാനങ്ങളോ മാനങ്ങളോ ഒന്നുമല്ല ദൈവസഭ നിർത്തുന്നത്. പ്രസ്ഥാനങ്ങളല്ല ദൈവസഭ നിർത്തുന്നത്. ദൈവസഭ നയിക്കപ്പെടുന്നത് ദൈവം കൊടുത്ത വിഷയമനുസരിച്ച്, ദൈവം കൊടുത്ത നിയോഗം അനുസരിച്ച് പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കാൻ തയ്യാറായ കാലങ്ങൾ കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് ഒരു കൂട്ടത്തെ ദേശത്ത് നിലനിർത്തി അനേകരെ ഉണർവനും അനേകരെ വിടുതലിനും അനേകരെ ആശ്വാസത്തിനും അനേകരെ പദ്ധതിയ ജീവന പുസ്തകത്തിൽ പേരെഴുതുവാൻ നിത്യതയ്ക്ക് അവകാശമാക്കി തീർക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് സ്വർഗ്ഗത്തിലെ കരം തന്നെ ഇന്ന് വലിയ സമയം ഈ പട്ടണത്തിൽ പോസ്മോത്ത് ശാലം പ്രവേശിച്ച ചർച്ചിന് വേണ്ടി തുറക്കുമെന്ന് വിശ്വസിക്കാൻ വേണ്ടി ഒരു കാര്യം സ്തോത്രം ചെയ്യുക. കർത്താവിനെ ചെയ്തിട്ട് അത് വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രാർത്ഥനയോടെ യുവതരുടെ വേദഭാഗങ്ങൾ വായിച്ച് ദൈവത്തിന്റെ സ്തോത്രം ഒരുമിച്ച് ദൈവത്തിന് പ്രാർത്ഥിപ്പാൻ ദൈവത്തിന് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ലേഖനം ദൈവത്തിന്റെ സ്തോത്രം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം പ്രാരംഭത്തിൽ ദൈവത്തിന് വായിക്കാം. 1 Peter chapter 2 verse 9 ശബ്ദങ്ങൾ ദൈവത്തിന് വായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വചനത്തിനായ കർത്താവിന്റെ സ്തോത്രം. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേൾപ്പാനിടയായിട്ടുള്ളത്. ദൈവത്തിന് അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾക്കൊന്നും ഞാൻ അതിൽ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. വചനം നമ്മൾ വായിച്ചു നമ്മളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്
നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവൻ എന്ത് ചെയ്തു? തെരഞ്ഞെടുക്കപ്പെട്ടു. എന്ത് ചെയ്തു? തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവദാസന്മാർ ഉൾപ്പെടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, കർത്താവദാസൻ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പേ, നാളുകൾക്ക് മുമ്പേ ദൈവം ഈ പട്ടണത്തിൽ ഇങ്ങനെ ഒരു ദൈവസഭയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടതിനകത്ത് കൊണ്ടുവന്ന ദൈവീയ പദ്ധതികൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യണം. മനുഷ്യൻ തെരഞ്ഞെടുത്താൽ അവരെ ക്വാളിഫിക്കേഷൻ നോക്കും, ക്വാളിറ്റി നോക്കും, അവരെ യോഗ്യതകൾ നോക്കും, അവരെ ഭരണീയ ദൈവത്തെ സ്തോത്രം, ഒരുപക്ഷെ അവരെ ശ്രേഷ്ഠതമായ അനുഭവങ്ങൾ നോക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അന്ധകാരത്തുന്ന അത്ഭുത പ്രകാശത്തിലേക്ക് വെളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ് ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നവർ ഇന്ന് മനുഷ്യൻ എന്നെ തെരഞ്ഞെടുത്ത് പട്ടണത്തിലാക്കിയത് ഒരു പ്രസ്ഥാനമല്ല. എന്നെ തെരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്കാക്കിയത്, എന്നെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൃപയാൽ അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ്, ഒരു വ്യക്തിയാണ്, ഒരു സഭയാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ നന്ദി പറയുക. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുന്ന ഒരു മാനുഷിക കരമല്ല എന്നെ പിടിച്ചിരിക്കുന്നത്, സ്വർഗത്തിന്റെ കരമാണ്. ഈ ദൈവസഭയെ പിടിക്കേണ്ടത് സ്വർഗത്തിന്റെ കരമാണ്. ഈ ദൈവസഭയെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഇന്ന് പൈസഭ ഞാൻ വിശ്വസിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവന്റെ കരത്തിനുള്ളിൽ യുദ്ധം ചലിക്കും. ഇന്നലെ വരെ ചലിച്ച ദൈവത്തിന്റെ കരം അത് കുറുകിപ്പോയിട്ടില്ല, അത് നിന്ന് പോയിട്ടില്ല. ഇന്നലെയും നാളെയും നടക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നമ്മൾ എന്തിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടു? അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നമ്മെ തെരഞ്ഞെടുത്തിട്ട് ജാതീയ പുരോഹിത വർഗമാക്കി മാറ്റി. നമ്മൾ അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു. നമ്മൾ ഒരു കാലത്ത് അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു. ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഒരു വ്യക്തിയും നമ്മെ വെളിച്ചം കാണിക്കാൻ കഴിയാതിരുന്നപ്പോൾ സ്വർഗ്ഗത്തിലെ കർത്താവിന്റെ സ്നേഹം, യേശു ക്രിസ്തുവിന്റെ സ്നേഹം കാലാകാലങ്ങളിൽ നമ്മളെ തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ നമ്മെ വിളിച്ചു വാഗ്ദാനിച്ചു. പിതാവായ ദൈവം ആകർഷക പുത്രനിലേക്ക് കൊണ്ടുപോകുന്ന അവന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു. മാനുഷിക ബുദ്ധികൾക്ക് അപ്പുറമായി ഒരു മനുഷ്യർക്കും ചെയ്തു തരാൻ കഴിയാത്ത ദൈവത്തിന്റെ മഹാസ്നേഹത്താൽ, ആ കർത്താവിന്റെ മഹാസ്നേഹത്താൽ രണ്ടാമത്തെ ആയത്തിൽ വായിക്കുമ്പോൾ വ്യക്തമായ അതിക്രമത്തിലും പാപത്തിലും കിടന്നതായ നമ്മെ അവന്റെ കൃപയാൽ മഹാസ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം നമുക്ക് കൃപ തന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മെ വിളിച്ചത് അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചെങ്കിൽ നമ്മളെ കുറിച്ച് പറയുന്ന സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും ജാതീയ പുരോഹിത വർഗമാകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ തെരഞ്ഞെടുത്തത് എന്റെ വീട്ടിനകത്ത് ഒതുങ്ങാനല്ല, എന്റെ ജോലിയിൽ ഒതുങ്ങാനല്ല, ഞാൻ ആയിരിക്കുന്ന ദേശത്ത് ഒതുങ്ങാനല്ല, എന്നെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തത് ഉറപ്പോടെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന തെരഞ്ഞെടുത്തവരെ ദൈവം ചില നിയോഗങ്ങൾ തന്നിട്ടുണ്ട്. തെരഞ്ഞെടുത്തവരെ ദൈവത്തിന്റെ പദ്ധതികളുണ്ട്. അവൻ ദൈവത്തിന്റെ കൃപയാൽ അവൻ വെളിപ്പെടുത്തി തന്നെ നമ്മെ ജയത്തോടെ നമ്മളിലൂടെ അന്ധകാരത്തിൽ നിന്ന് പുറത്തോട്ട് വരുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എന്റെ മേലുള്ള പ്രകാശം, എന്റെ മേലുള്ള ദൈവശക്തി, എന്റെ മേലുള്ള ദൈവകൃപ അത് എന്നിൽ മാത്രം ഒതുങ്ങാനല്ല, അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഹൃദയവും മനസ്സും തുറന്ന് ഒരിക്കലും കർത്താവിന് നന്ദി പറയാൻ കഴിയട്ടെ. ഹല്ലേലൂയ. വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ദൈവത്തെ സ്വതന്ത്രകാലത്ത് നമ്മെ വിളിച്ചതിന്റെ ആവശ്യകത എന്താണ്? യെശയ്യാവിന്റെ പുസ്തകം വളരെ സുന്ദരമായ വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വായിച്ചാട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് ശബ്ദം വായിച്ചു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുന്നു, നിന്റെ മേലോ ഉദിക്കും. എത്ര പേര് ആമേൻ പറയാം? നമ്മൾ വിളിച്ചത് തെരഞ്ഞെടുത്തതിന് വേണ്ടിയാ, അന്ധകാരം എന്ന് വിളിച്ചതിന് വേണ്ടി അവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ.
ഇവിടെ പറയുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കുക. നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പും നിയോഗമെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് ഇവിടെ കൊണ്ട് ഒതുങ്ങാനല്ല, നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. അന്ധകാരം ജാതികളെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ദേശത്തെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവമില്ല എന്നും ദൈവത്തിന്റെ അറിവിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ ദേശത്തെ പട്ടണത്തെ പൈശാചിക മണ്ഡലങ്ങൾ ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, എന്റെ പകൽക്കാലം അന്ധകാലത്ത് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സമ്പുടങ്ങളെ ഘോഷിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവസഭ ഒരു ദേശത്തുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് മാനുഷികമാകുന്ന തെരഞ്ഞെടുപ്പ്, സ്വർഗീയ തെരഞ്ഞെടുപ്പ്. അവരെ കൊണ്ട് അന്ധകാലത്ത് നിന്ന് അനേകരെ പുറത്തെടുക്കുവാൻ എഴുന്നേറ്റ് പ്രകാശിക്കുന്ന ഒരു കൂട്ടം ഇതിനകത്ത് വെളിപ്പെടും. ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പട്ടണത്തിലല്ല, ദൈവത്തിന്റെ ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്വീകരിക്കാൻ കഴിയില്ല. ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് അന്ധകാരത്തിൽ നടക്കുന്ന അനേക ജനമുണ്ട്, പാപത്തിൽ കിടക്കുന്ന അനേക ജനമുണ്ട്. അവരെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ഈ ദൈവസഭയെ ഉപയോഗിക്കേണ്ടതിന്, ഇവിടുത്തെ ദൈവമക്കളെ ഉപയോഗിക്കേണ്ടതിന്, ഈ ദേശത്ത് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഒരു കൂട്ടത്തെ അനേക കൃപയാൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഉറപ്പുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ ദേഹത്തിന്റെ ആമേൻ പറയാൻ കഴിയില്ല. ആ നാമത്തിൽ വെളിപ്പെടും, ആ വിടുതൽ വെളിപ്പെടും. അത് തിരക്കിനോട് തരിക എന്നും ഉണക്കിനോട് തന്നെ കരുത്ത് വെക്കരുതെന്ന ആ ദൈവത്തിന്റെ ശബ്ദമാണെങ്കിൽ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു. അത് വെളിപ്പെടുത്തി തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പൊ അന്ധകാരത്തിൽ ഒരു കൂട്ടം കിടപ്പുണ്ട്. നമ്മളെ വിളിച്ചത് അന്ധകാരത്തിൽ. അപ്പോൾ തന്നെ അന്ധകാരത്തിൽ ഒരു കൂട്ടം കിടക്കുന്നു. അവരെ പുറത്തു കൊണ്ടുവരുവാൻ, അവരെ നമ്മളെ തെരഞ്ഞെടുത്തതുപോലെ അവരെ തെരഞ്ഞെടുക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. നമുക്കറിയാം, ഇരുട്ടിൽ കിടന്ന ജനം പ്രകാശം കണ്ടു. ഇരുട്ടിൽ കിടന്ന ജനം ദൈവത്തെ അറിയുവാൻ ഇടയായിരിക്കുന്നത്. ദാസൻ പറഞ്ഞ ഒരു കൂട്ടം ഒരു സമയത്ത് നമ്മളായിരുന്ന രാജ്യത്തും നമ്മുടെ ഇരുട്ടിൽ കിടന്നതാണ്. എന്നാൽ നമുക്ക് വേണ്ടി ഇവിടെ അനേകം മിഷണറിമാർ നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മളോട് സുവിശേഷം അറിയിച്ചു. നമ്മുടെ ഭാഷയിൽ ബൈബിള് നമുക്ക് കരങ്ങൾ ലഭിച്ചു. ഒത്തിരി വില കൊടുത്തിട്ടുണ്ട് ദൈവമക്കളെ. ഒരു പട്ടണത്തിൽ ഒരു വ്യക്തിയുണ്ടെങ്കിൽ, ഒരു ദൈവദാസനുണ്ടെങ്കിൽ, ഒരു ദൈവസഭയുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന അവരിലൂടെ ആ പട്ടണം പിടിപ്പിക്കപ്പെടും. അവരിലൂടെ അനേകരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. അവരിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനായി തീരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകസമയം ഈ പട്ടണത്തിൽ, ഈ ദേശത്ത് എത്ര സഭയുണ്ടായിരിക്കട്ടെ, ആ സഭകളെല്ലാം അനുഗ്രഹിക്കപ്പെടണം. അവിടെ എല്ലാം ആത്മാക്കൾ വരണം. അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തികളാണ്. അപ്പോൾ തന്നെ ഈ ദൈവസഭയെ കുറിച്ചുള്ള ദൈവീയ പദ്ധതി അന്ധകാരത്തിൽ കിടക്കുന്ന അനേകരെ ക്രിസ്തുവിൽ നേടിയെടുക്കുവാൻ, അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവസഭയാണെന്ന് ആ മിഷനും ആ വിഷയം അർത്ഥമെന്ന് കയറി കഴിഞ്ഞാൽ നിശ്ചയമായി അദ്ദേഹത്തിന് ഉറപ്പോടുമായ നട്ടതിനെ പരിപാലിക്കുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. യോശുവയോട് പറഞ്ഞതുപോലെ ജീവകാലത്ത് ഒരിക്കലും ഓരോ മനുഷ്യനും നിന്റെ നിൽക്കാതെ ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിന്റെ ഉള്ള കാൽ വെക്കുന്നുണ്ടൊക്കെ അവകാശമായി തരുവാൻ, നീ വെക്കുന്ന കാൽ വെക്കുന്നിടത്ത് അന്ധകാരങ്ങൾ വിട്ടുമാറുവാൻ, പ്രതിസന്ധിനെ വിട്ടുമാറുവാൻ, തകർന്നു കിടക്കുന്നവരെ പണിതെടുക്കുവാൻ, പൈശാചിക മണ്ഡലത്തിൽ ഒതുങ്ങിയതിനെ പുറത്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ചിലരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുള്ളപ്പോൾ അതിനായി ഒരു സമർപ്പിച്ചു കൊടുക്കാൻ ദൈവസഭ തയ്യാറായാൽ നിശ്ചയമായി ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്ന അനേകരെ ഈ പട്ടണത്തിൽ സ്നാനപ്പെടുത്തും. എത്ര പേര് പറയും? അനേകരെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അന്ധകാരത്തിൽ നമ്മെ വിളിച്ചവന് നമ്മെ കുറിച്ച് ഒരു പദ്ധതിയുള്ളത്, അത് നിശ്ചയമായി അനേകരെ ക്രിസ്തുവിനെ നേടിയെടുക്കണം. അതായത് സുവിശേഷത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് സുവിശേഷം 18-ാം അധ്യായത്തിന്റെ വേഗത്തിലൊന്ന് വരാം. 18-ാം അധ്യായം 18 മുതൽ 20 വരെ ചില വാക്യങ്ങൾ നിങ്ങൾ വായിച്ചത്. എന്തിനു വേണ്ടി കർത്താവ് നമ്മെ തെരഞ്ഞെടുത്താക്കിയിരിക്കുന്നു? ഏത് കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞത് കർത്താവിനെ വേണ്ടി നിൽക്കാൻ ഒരു കൂട്ടത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ കിടക്കുന്നതല്ല, സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ അഴിക്കുന്നതല്ല, അഴിഞ്ഞിരിക്കുന്നത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേര് യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യബന്ധപ്പെട്ട സ്വർഗ്ഗസ്ഥനായ പിതാവിൽ നിന്ന് ഇന്ന് പകലത് വിശ്വസിക്കാം. നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെടാം.
നമ്മെ തെരഞ്ഞെടുത്ത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന ദൈവമക്കളുടെ അകത്തൊരു ഉറപ്പ് വരണം. ഞാൻ പ്രാർത്ഥിച്ചാൽ, ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ, ഒരു കുടുംബം പ്രാർത്ഥിച്ചാൽ, ഒരു ദൈവസഭ പ്രാർത്ഥിച്ചാൽ, ഇന്ന് പറഞ്ഞ വിശ്വസിക്കുന്നു, ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവസഭ ഒരുമിച്ച് രണ്ടുപേരും അഴിക്കപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഈ ഭൂമിയിൽ കെട്ടേണ്ടതിന് സ്വർഗം കെട്ടും. എത്ര പേര് ആമേൻ പറയും? ഈ ഭൂമിയിൽ അഴിക്കേണ്ടതിന് സ്വർഗം അഴിക്കും. സ്വർഗം അഴിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും തടയാൻ പറ്റത്തില്ല. കെട്ടപ്പെട്ട് കിടക്കുന്നതിനെ പുറത്തെടുക്കുവാൻ ദൈവത്തിന്റെ സന്നിധി വീടുകളിൽ നിൽക്കുന്ന ഒരു കൂട്ടത്തെ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്. രണ്ടുപേരും അഴിക്കപ്പെട്ട് എന്ത് യാചിച്ചാലും തരാമെന്ന് പറഞ്ഞ കർത്താവ് ദൈവസഭ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, വചനത്തിൽ നിന്നുകൊണ്ട്, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവസന്നിധി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, ദൈവസന്നിധി വീടുകളിൽ നിന്നാൽ ഈ ഭൂമിയിൽ ചിലതിനെ കെട്ടുവാൻ പൈശാചിക മണ്ഡലങ്ങളെ കെട്ടിയിട്ട് പൈശാചിക മണ്ഡലത്തിൽ കെട്ടപ്പെട്ടതിനെ അഴിച്ചെടുക്കുവാൻ ദൈവം ചിലരെ അതിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവസഭ രണ്ടുപേർ അഴിക്കപ്പെട്ട് യാചിച്ചാൽ നടക്കുമെന്ന് എന്തോ ദൈവസഭ വിശ്വസിക്കുന്നവർക്കായി നന്ദി പറയുക. അതിനുവേണ്ടി നമ്മെ തെരഞ്ഞെടുത്തു. നമ്മൾ ഭൂമിച്ചത് കെട്ടാണ്, നമ്മൾ ഭൂമിച്ചത് അഴിക്കണം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ദൈവമക്കളെ, ഇന്നും നമ്മുടെ പാചക പ്രാർത്ഥനയിൽ മാത്രമായി പോകാനല്ല, ദേശത്തിൽ കിട്ടപ്പെട്ട് കിടക്കുന്നതിനെ, ദേശത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നതിനെ, ദേശത്ത് ആർക്കും വേണ്ടാതെ കിടക്കുന്നതിനെ, പിശാചിൻ മരണത്തിലേക്ക് തള്ളി വിടുന്നതിനെ ദൈവസഭ പ്രാർത്ഥിച്ചാൽ ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നുണ്ട് ദൈവസഭയ്ക്കകത്ത് കടന്നു വരും. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാണ്? അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ദൈവസഭ ഒരുമിച്ച് നയിക്കാൻ തുടങ്ങിയാൽ, രണ്ടുപേരും ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രവൃത്തിയെ തടയുവാൻ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് എന്റെ സങ്കടങ്ങളെ ഘോഷിക്കുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണ്. ആ ദൈവ ശബ്ദം ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ 16-ാം അധ്യായത്തിലേക്ക് വരാം. 16-ാം അധ്യായത്തിൽ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാൽ, 15-ാം അധ്യായം 16-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഉടനെ പത്രോസ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ച്, നിങ്ങൾ അല്ലെങ്കിൽ ആരെന്ന് പറയുമ്പോൾ പത്രോസ് അവന് ഉത്തരം കൊടുക്കുക. എന്താണ് ഉത്തരം കൊടുക്കുന്നത്? ജീവനുള്ള ദൈവത്തിന്റെ യേശുവിനോട് നീ ഭാഗ്യവാൻ, ജഡരക്ഷകളല്ല, സ്വർഗ്ഗസ്ഥനായ പിതാവത്രേ ഇതിനെ വെളിപ്പെടുത്തിയത് നീ പത്രോസാകുന്നു. ഈ ഭാരവനിൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ നിങ്ങളോട് പറയും. ഒരു സന്തോഷത്തോടെ പറയും, ഈ വെളിപ്പാട് ദൈവസഭയ്ക്കകത്തുണ്ടാകണം. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ കർത്താവ് ഹല്ലേലൂയ ഇന്ന് പകൽ വിശ്വസിക്കണം. ആ ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയൊക്കെ വെളിപ്പെടുത്തി തരണം. ദൈവം വെളിപ്പെടുത്താൻ ദൈവം വിശ്വസിക്കണം. പക്ഷേ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്ന വെളിപ്പാടുണ്ടാകണം. ഞാൻ ആരാധിക്കുന്നത് ആരെയാണ്? ഞാൻ സേവിക്കുന്നത് ആരെയാണ്? ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകൽ ഉറപ്പോടെ പറയാം, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ഞാൻ ആരാധിക്കുന്നു. എനിക്ക് ജീവൻ തന്നവനെ, എന്നെ വീണ്ടെടുത്തവനെ, എന്നെ പേർച്ചൊരു വിളിച്ചവനെ, എന്നെ തെരഞ്ഞെടുത്തവനെ, ഞാൻ പുറമുറമി കിടന്നപ്പോൾ, ആർക്കും വേണ്ടാതെ തള്ളപ്പെട്ട് കിടന്നപ്പോൾ എന്നെ അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിനോട് മനസ്സറിവത്തോന്ന ആ ജീവനുള്ള ദൈവത്തെ ഞാൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഇന്ന് പകല ഉറപ്പകത്ത് വരട്ടെ, ആ ധൈര്യം അകത്ത് വരട്ടെ. അവരോട് പറയുക, അല്ലെങ്കിൽ ഈ സഭയിൽ ഈ പത്രോസ് നടന്നു, പക്ഷേ ഈ ഹല്ലേലൂയ പറയാണ്, ഈ സഭയുടെ മേൽ ഒരു പാതാള ഗോപുരങ്ങളും ജയിക്കയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. അങ്ങനെയാണ് ദൈവമക്കളെ,
നമ്മുടെ ജീവിതത്തിൽ ധൈര്യവും ഉറപ്പും വരണം. നമ്മളെ ദൈവസഭയ്ക്കകത്താക്കിയത് ദൈവത്തിന് സ്തോത്രം തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാക്കി അതിലൂടെ പണിതെടുക്കുന്ന ദൈവീയ പദ്ധതികൾ അത് മാനുഷികമായ കരങ്ങൾ കൊണ്ട് നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം നമ്മളെ ഉറപ്പോട് പറയട്ടെ, റിജക്ട് ചെയ്തതിനെ സെലക്ഷനാക്കി ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ചിലരെ ഉപയോഗിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചിലരെ ആക്കി ചേർക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയുള്ളപ്പോൾ അതിനായി ഒരുങ്ങുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായിത്തീരണം. വായിക്കുമ്പോൾ അതിന്റെ 20 വാക്യം ശബ്ദം ഉയർത്തി വായിച്ചാൽ 18-20 ശബ്ദം ഉയർത്തി വായിച്ചു. 2-3 പേരുടെ നാമത്തിൽ കർത്താവിന്റെ നാമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഉറപ്പ് തരിക, 2-3 പേർ എന്റെ നാമത്തിൽ കൂടുതലൊക്കെയും. കഥാദാസൻ ക്ലാസ്സിലെ പ്രവർത്തനം വലിയ കുടുംബങ്ങളൊന്നും ഇല്ലായിരുന്നു, 2-3 കുടുംബങ്ങളാകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കർത്താവിന്റെ കൃപയാൽ ഇന്ന് ആ ദേശത്ത് ദൈവസഭയെ വളർത്തി. ഞാനത് പറഞ്ഞത് പല സത്വങ്ങളും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുവാൻ നമ്മൾ തയ്യാറാകരുത്. ദൈവസഭ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാൻ തയ്യാറാകരുത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിക്കുന്ന ദൈവമക്കളെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്നത് ദൈവസഭയാണെങ്കിൽ അതിനകത്തൂടെ നാട്ടി പുറപ്പെടും. യാസ്ത്രവരാൻ വിശ്വസിക്കുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ ഉറപ്പത്തിനാം. 46 സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യത്തിൽ വായിച്ച് 4-ാം വാക്യം 46-ാം സങ്കീർത്തനം വായിച്ചു. വേഗത്തിൽ 4-ാം വാക്യം വായിച്ചു. ഞാൻ വേഗത്തിൽ അവസാനിപ്പിച്ചു കൊള്ളാം. 46-ന്റെ 4 വേഗത്തിൽ വായിച്ചു വരാം. സങ്കീർത്തനം 46-ന്റെ 4. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നത നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ഒരു നദിയുണ്ട്, ദൈവസഭയ്ക്കകത്തൊരു നദിയുണ്ട്. എത്ര പേരെ വിശ്വസിക്കുന്നത്? അത് പട്ടണത്തെ സന്തോഷിപ്പിക്കും, അത് ദേശത്തിന്റെ വിടുതലാക്കി മാറ്റും. ദൈവമക്കളെ, ഈ നദി ദൈവസഭയ്ക്ക് പുറപ്പെടണം. എത്ര പേര് അത് വിശ്വസിക്കാറായി? ഇന്ന് പകൽക്കാലം ഞാൻ അത് വിശ്വസിക്കുന്നത് ഈ പട്ടണത്തിൽ ദൈവസഭയ്ക്കകത്തുന്നത് നദി പുറപ്പെടണം. ഈ നദി ഒന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ സ്തോത്രം ഞാൻ ഉറപ്പോടെ പറയാം, ഇത് ചേരുന്നിടത്തൊക്കെ ചലനമുണ്ടാകും. ഇത് ചേരുന്നിടത്തൊക്കെ ജീവനുണ്ടാകും. ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥനയാകുന്ന നദി ഉണ്ടാകണം, വചനത്തിലാകുന്ന നദി ഉണ്ടാകണം, വിശുദ്ധിയുടെ നദി ഉണ്ടാകണം, വേർപാടിന്റെ നദി ഉണ്ടാകണം. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നദി ഇതിനകത്തുനിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് തേടിപ്പോയില്ലേലും ഈ നദിയുടെ ചലനം പലരും പട്ടണത്തെ ചലിപ്പിക്കും. ചലനം ഈ പട്ടണത്തെ ചലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ചെറുതല്ല, ഒരു ഭയങ്കര പ്രവൃത്തി നടക്കും, ഒരു ജീവന്റെ ചലനം ഉണ്ടാകും. ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽക്കുമോ ഇന്ന് പകരം വിശ്വസിക്കാൻ കഴിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർ ആമേൻ പറയട്ടെ. അങ്ങനെ വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവസഭയിൽ നയിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ അന്ധകാരത്തിൽ കിടക്കുന്നവർക്ക് ഈ നദിയുടെ പുറപ്പാട് ചെല്ലുമ്പോൾ ഈ നദി ചേരുന്നിടത്ത് അതിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായി തീരും. അതുകൊണ്ട് ഇന്ന് പകരം പറയട്ടെ, ദൈവത്തിന്റെ പാതപീഠത്തിൽ മറ്റെല്ലാത്തിനേക്കാൾ ദൈവവചനത്തിലും പരിശുദ്ധാത്മാവിനും വിശുദ്ധിക്കും വേർപാടിനും പ്രാധാന്യം കൊടുത്താൽ ദൈവവചനത്തിൽ നിൽക്കാൻ തയ്യാറായ അല്ലെങ്കിൽ നിശ്ചയമായും ഈ വചനം ചലിപ്പിക്കും, ഈ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കും. ദൈവത്തിൽ അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ദൈവമക്കളെ? അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ദൈവസഭ ദൈവത്തിന്റെ കരകൾ കൊടുക്കുമ്പോൾ മാനുഷികമാകുന്ന കരകളും മാനുഷികമാകുന്ന ചിന്തകളൊക്കെ മാറ്റിവെച്ച് ദൈവസഭ എന്നെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുവാൻ, എന്നെ ഏൽപ്പിച്ച ദൈവസഭയിൽ വിശ്വസ്തയോടെ ചെയ്യുവാൻ, ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, കരയുവാൻ തയ്യാറായ നാളുകൾ കഴിയുമ്പോൾ അതിന്റെ മഹത്വം വെളിപ്പെടുന്ന ദൈവമക്കളെ. ഇപ്പോൾ നമ്മൾ പല ശൂന്യതയായിരിക്കാം, ഇപ്പോൾ കാണുന്ന പല മേഖലകളും നമുക്ക് അനുകൂലമല്ലാതിരിക്കാം. എന്നാൽ നാളുകൾ കഴിയുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നവർക്കാണ് കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ദൈവസന്നിധിയിലായിരിക്കും ദൈവമക്കളെ ഹൃദയം തുറന്ന് പറയട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ വിളിച്ച വാർദ്ധരിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ ഈ ദൈവസഭയ്ക്കകത്ത് പ്രകാശം ഉണ്ടാകണം. എങ്ങനെ? തണ്ടിന്മേൽ നിൽക്കുന്ന ഒരു വിളവ് പോലെ,
തന്നിൽ വേണ്ടിയിരിക്കുന്നൊരു വിളക്ക് പോലെ, മല വേണ്ടിയിരിക്കുന്നൊരു പട്ടണം പോലെ അങ്ങനെ ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇത് പ്രകാശം ലോകം അറിയും, ഈ പട്ടണം അറിയും, ഈ ദേശം അറിയും. ഇത് സാധാരണ കൂട്ടരല്ല, ഇത് സാധാരണ വ്യക്തികളല്ല, ഇത് ദൈവസഭ. ഇതിനകത്ത് വരുന്നവർ വെളിച്ചം കാണും, ഇതിനകത്ത് വരുന്നവർ ദൈവപ്രവൃത്തി കാണും. രോഗികളെ സൗഖ്യമാകും, ബലഹീനതകൾ മാറണം, പ്രശ്നങ്ങളുമായി വരുന്നവർ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. അങ്ങനെ ഒന്ന് ഏൽപ്പിച്ച ദൈവസഭ ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഞാൻ പറഞ്ഞത് രണ്ടുപേര് ഐക്യപ്പെട്ട് എന്ത് യാചിച്ചാലും തരാമെന്ന് പറഞ്ഞ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ ശ്രദ്ധയോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ലോകത്തിന്റെ ഏതെല്ലാം മേഖലയിൽ കെട്ടപ്പെട്ട് നടക്കുന്നുണ്ടോ ആ മേഖല ചിലരെ പുറത്തുകൊണ്ടോ അത് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അല്ല അപ്പോസ്തലരുടെ പ്രവൃത്തി 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പത്രോസ് തടവിലായിരുന്നു. അതിന്റെ 1-ാം കാവലും 2-ാം കാവലും നഗരത്തിന്റെ ഇരുമ്പ് വാതിൽ സുതവേ തുറന്ന് അതിന്റെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലേക്ക് ഡോറിനെ മുട്ടിയെങ്കിൽ എന്റെ വയസ്സിൽ ഞാൻ ഉറപ്പോടെ പറയട്ടെ, പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന ദൈവസഭ, കരയാൻ തയ്യാറാകുന്ന ദൈവസഭ, ഉപവസിക്കാൻ തയ്യാറാകുന്ന ദൈവസഭ ഏത് പട്ടണത്തിലുണ്ടോ എന്നുവാൻ ഉറപ്പോടെ പറയാം. ആ ഡോറിനെ മുട്ടുവാൻ, ആ ഡോറിനകത്തേക്ക് കയറുവാൻ, ചിലരെ പുറത്തു കൊണ്ടുവരാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ ദൈവസഭ ഈ പട്ടണത്തിൽ മനവേദനിക്കുന്നവരെ പട്ടണം പോലെ ശോഭിക്കേണ്ടതിന് ദൈവങ്ങളെ സമർപ്പിക്കുന്നത്. എല്ലാ കടകളുടെ അല്പസമയം പ്രാർത്ഥിച്ച് ഈ ദൈവസഭ ദൈവകരങ്ങളിൽ കൊടുക്കുമ്പോൾ ദൈവസാന്നിധ്യം ഇതിനകത്ത് നിൽക്കണം. ദൈവസാന്നിധ്യമുള്ള ദൈവസഭ നിശ്ചയമായും ഹല്ലേലൂയ മനുഷ്യരാൽ ഹല്ലേലൂയ ഹല്ലേലൂയ തന്നെ ആർക്കും തികച്ചു കൊടുക്കാൻ കഴിയാത്ത മേഖലകളിൽ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദൈവസഭയ്ക്കകത്ത് അത്ഭുതങ്ങൾ നടക്കും, വീര്യപ്രവർത്തികൾ നടക്കും, രോഗശാന്തി വരമുണ്ടാകും, ദൈവത്തിന്റെ മഹത്വം ജനിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് പോയി ഈ സമയം ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദൈവസഭയായി മാറണം. ദൈവം സമർപ്പിക്കുന്നത് ദൈവത്തിന് വചനം പറയുന്നത് പോലെ നിങ്ങളെ അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു, നിങ്ങളെയോ അന്ധകാരത്തിൽ അത്ഭുത പ്രകാശം തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പുരോഹിതവർ. അങ്ങനെയാണ് അന്ധകാരത്തിൽ കിടക്കുന്നവരെ പുറത്തെടുക്കുക, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവസഭയാണെന്ന് നമുക്ക് പറയാം. അല്പസമയം എല്ലാവരുടെയും വിശുദ്ധ പ്രാർത്ഥിച്ചിട്ടുള്ളതേ ഒരു വിശുദ്ധ പ്രാർത്ഥിക്കാം. ദൈവസാന്നിധ്യം ഇതിനകത്ത് ശക്തമായി, ഇതിനകത്ത് ശക്തമായി ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ ഹല്ലേലൂയ, എന്നെ തെരഞ്ഞെടുത്തത് വെറുതെയല്ലോ, എന്നെ തെരഞ്ഞെടുത്തത് തീരുമാനമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നെ തെരഞ്ഞെടുത്തതിന് വേണ്ടി ഈ ദൈവസഭയ്ക്കകത്ത് വിശ്വസ്തയോടെ നിൽക്കുവാൻ, വേർപാടോടെ നിൽക്കുവാൻ എന്നെ അമ്മയുടെ കരവിളച്ചെടുക്കുക. ഒരു നിമിഷം പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിക്കില്ല തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്നവരുടെ ഇന്ന് പകൽക്കാലം അതിന്റെ പുറകെ പോയിട്ടില്ല. ഇന്ന് നോക്കുന്ന സമയമാണ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കുവാൻ, ഒരു തലമുറയ്ക്ക് വേണ്ടി ഇടപെട്ട് നിൽക്കുന്ന ഒരു സഭയായി മാറണേ. വിശ്വസിക്കാൻ കഴിയുന്ന ഉറപ്പോടൊപ്പം യോശുവോടെ പറഞ്ഞതുപോലെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ വില നിൽക്കില്ല. പ്രാർത്ഥിക്കുന്നത് ദൈവസഭയാണെങ്കിൽ ദൈവസഭ ദൈവം ഭാഗ്യം. ഇതുപോലെ ഞാൻ പറയട്ടെ, പൂർണ്ണ ദൈവസഭ ഇങ്ങനെ തുടങ്ങിയ ചെറിയ ആലംബത്തിൽ ചിരിക്കാവുന്ന കർത്താവ് ഞാൻ ഇത്രത്തോളം കൊണ്ടുവരുവാനെങ്കിലൊന്നുമില്ല. ഞങ്ങളൊറ്റ ലക്ഷ്യങ്ങളുടെ ദേശത്ത് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ ദേശത്തിന് വേണ്ടി കരയും, ദേശത്തിന് വേണ്ടി ഉപസിക്കും. അങ്ങനെ ഉപസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാകാൻ ദൈവത്തിൻ്റെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. പതിവേലത് വിശ്വസിക്കുന്നത് എത്ര വിധാനമായി അങ്ങനെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന ദൈവസഭയുടെ ഈ പട്ടണം നിർമ്മാണിക്കുന്നത് എത്ര പേര് വിശ്വസിക്കാത്ത പറയട്ടെ. നിങ്ങളത് പ്രാർത്ഥിക്കാൻ തയ്യാറാക്കുന്നവരുടെ ഒന്നുമില്ലായ്മയും ഇല്ലാത്തതിനെ ഉള്ളത് പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന കഥാപുരം
ഇപ്പം നമ്മുടെ മുമ്പിൽ പല ശൂന്യത. കർത്താവിനെ മുന്നോട്ട് പോകും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിശ്വസ്തയോടാണ് നിൽക്കുന്നത്. നിർമ്മലതയോടാണ് കർത്താവിനെ സേവിക്കുന്നത്. വിശുദ്ധിയോടെ നിൽക്കാൻ തയ്യാറാണ്. വചനത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണ്. ബാക്കി കർത്താവ് ചെയ്തു. ബാക്കി കർത്താവ് ചെയ്തു. എത്ര പേരത് വിശ്വസിക്കാൻ അങ്ങനെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൽ എഴുന്നേറ്റതെന്താണ്? അങ്ങനെ അതൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറെല്ലാവരും എഴുന്നേറ്റാൻ ഞാൻ അതുകൊണ്ടുവരാവും. ദാസനെ ഈ സഭ ഈ പട്ടണത്തിൽ ഏൽപ്പിക്കുമ്പോൾ നിശ്ചയമായി ദാസന് വിഷയമുണ്ടെന്നറിയാം, വിഷയമുണ്ടെന്നറിയാം, അപ്പോൾ തന്നെ വലിയ ഉറപ്പുണ്ടെന്നറിയാം. ദൈവമാണ് ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി നിൽക്കുന്നു വന്നാൽ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കും. ഈ പട്ടണത്തിൽ എൻ്റെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസിക്കുന്നത് മറ്റാരും അനുകൂലമല്ലെങ്കിൽ ദൈവം അനുകൂലത്തോടെ ധൈര്യത്തോടെ കർത്താവിന്റെ വചനത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന് വേണ്ടി, വിശ്വസിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിൽക്കാൻ ദൈവം കൃപ തരട്ടെ. ആ സാന്നിധ്യം കൂടുതൽ നിൽക്കണം. ഒറ്റയ്ക്ക് ഉള്ള നിൽക്കണം. വചനത്തിന് വേണ്ടി നിൽക്കണം. അവരുടെ തീരുമാനത്തോടെ വാഴാം. മാനുഷ്യ കരങ്ങൾ മാറിപ്പോയാൽ മാറിപ്പോകാത്തൊരു ദാസനെ വായിച്ചു. ഉറപ്പോടെ പറയാം, മാനുഷികമായ കരങ്ങൾ മാറിപ്പോയാൽ ദൈവസാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിശ്ചയമായി ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു. ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ കരങ്ങളിൽ തെറ്റി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവദാസന്മാർ ഒരു കാരണവശാലും മടച്ചു പോകരുത്. അവരാത്മനിറവിൽ ദൈവത്തിന് വേണ്ടി നിൽക്കണം. അവർ ദൈവത്തിലേക്ക് നിൽക്കേണ്ടവരാ, കരയുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാ. അവർക്ക് വേണ്ടി ദൈവത്തെ കൃപ ദൈവത്തിന് പ്രാർത്ഥിച്ചു. ഈ ദാസന്മാർ കരങ്ങൾ വെച്ച് ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങൾ കർത്തദാസന്മാരായ ദൈവമക്കളായ ഒരുമിച്ച് കർത്താവിന്റെ ദാസനെ വെച്ച് കുടുംബമായി ഈ ദൈവം കൊടുക്കുവാൻ ദൈവമാക്കി വെച്ചിരിക്കുന്ന കർത്താവെ അങ്ങയുടെ ഒരു ഇടയന്റെ ശുശ്രൂഷ എങ്ങനെയാണെന്ന് ദൈവം കൊടുത്തിരിക്കുന്ന ബോധ്യത്തിനായ ആ ഇടയന്റെ ശുശ്രൂഷ ഭംഗിയായി ചെയ്യുവാൻ ദാസന് കൊടുക്കണവൻ. പലപ്പോഴും ദൈവസഭയിൽ പല ചോദ്യങ്ങളും മുമ്പിൽ വരുമ്പോൾ അപ്പനെ മാത്രം ആശ്രയിച്ചുകൊണ്ട്, അപ്പന്റെ മുഖം മാത്രം നോക്കിക്കൊണ്ട് ജോഷുവ അതുപോലെ ഞാനും എന്റെ കുടുംബങ്ങളെ ശ്രമിക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങൾ കർത്തദാസന്മാരായി ഒരുമിച്ച് കർത്താവിന്റെ ദാസനെ കുടുംബത്തിനെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭയെ നയിക്കാൻ കൃപ കർത്താവ് കൊടുക്കുന്ന പ്രത്യേക ജ്ഞാനം കർത്താവ് കൊടുക്കണമേ. ശലോമോന് കൊടുത്ത ജ്ഞാനം പോലെ, ഒരു ദാവീദിന് കൊടുത്ത ശുശ്രൂഷ പോലെ, ഈ ദൈവദാസന്റെ സഭയിൽ കൊടുത്ത കർത്താവ് കൃപ പോലെ ദൈവം പാകത്തിനായി അനേകരെയും കർത്താവിന്റെ ദാസൻ മുഖാന്തരം കർത്താവിലേക്ക് നയിക്കപ്പെടുക. അനേകരെ കൈകൊണ്ട് സ്നാനപ്പെടുത്തുവാൻ, അനേകരെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ കർത്താവ് ദൈവദാസൻ മുഖാന്തരം ദൈവസഭ മുഖാന്തരം സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നാമേ യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വെടിവെക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ ഉയർത്തും. ഒരു പ്രസ്ഥാനമല്ല ദൈവദാസനെ ഉയർത്തുന്നത്, ദൈവമാണ്. ദൈവത്തോട് പറ്റിയിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം. ഇന്ന് മുതൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഹല്ലേലൂയ പോസ്മോത്ത് ഷാലോം പെന്തക്കോസ്റ്റ് ചർച്ച് ഈ സഭ അറിയപ്പെടും. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരുടെ ആശംസകളും എല്ലാ കർത്തദാസന്മാരുടെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ഇനി ഈ പട്ടണത്തിൻ്റെ കൺവെൻഷനുകൾ നടത്തുവാൻ, കോൺഫറൻസുകൾ നടത്തുവാൻ, അനേക ഉപവാസ പ്രാർത്ഥനകൾ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ ഈ പട്ടണത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവം ആദരങ്ങളെ ഒരുക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പൂൾ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ ശുശ്രൂഷകൾ ഞങ്ങൾ ദൈവമക്കൾ ഒരുമിച്ചുണ്ട്.
അടയുടെയും ആശംസകൾ അറിയിക്കുന്നു. ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സ്നേഹവും കരുതലും ഉണ്ടായിരിക്കും. കർത്താദാസന്മാരുടെ പുറകെ അറിയിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു കർത്താദാസനെ. നാമത്തിന് ഇവിടെ സ്തോത്രം ചെയ്തു. ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിൽ വളരെ മനോഹരമായ രീതിയിൽ ലീഡ് ചെയ്യുന്ന ഷാരൂഖ് ഫെലോഷിപ്പ് ചർച്ചിൻ്റെ സെക്രട്ടറിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന പ്ലേസ് വാസ്കുഞ്ഞ്, അതുപോലെ തന്നെ ഷാരൂഖ് ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന ജാവുണ്ടി പാസ്റ്റർ, അതുപോലെ തന്നെ കൗൺസിൽ മെമ്പറായിരിക്കുന്ന യൂണിയൻ പാസ്റ്റർ, ലീഗൽ പാസ്റ്റർ, മറ്റു കടന്നു വന്നിരിക്കുന്ന എല്ലാ അറിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹദിനത്തെ അറിയിക്കുകയാണ്. ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടി ആശ്ചര്യമായിട്ട് തോന്നുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതി അനേക നാളുകൾക്ക് മുമ്പ്, സ്ഥാപനത്തിന് മുമ്പേ ഉള്ളതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു മനോഹരമായ നിമിഷത്തിൽ ആയിരിക്കാൻ പോണ കർത്താവ് സഹായിച്ചതുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയത്ത് ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വപ്നം പോലും ചിന്തിക്കാത്ത, ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിലാണ് കർത്താവ് എന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വന്ന നാൾ വഴികളിലൊക്കെ എനിക്ക് ശക്തി പകർന്ന, ബലം പകർന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം, കൃപ ഒക്കെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ എന്നെ കരം പിടിച്ച് ആ തലത്തിലേക്ക് എന്നെ നടത്തുവാൻ തക്കവണ്ണം കാരണഭൂതരായിരിക്കുന്ന ചിലരുടെ പേരുകൾ ഞാൻ ചെറിയ നിമിഷത്തിൽ അത് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ അഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന എൻ്റെ മാതാവ് എൻ്റെ ജനനം മുതൽ ഞാൻ മരിക്കുന്ന ആ സമയം വരെ ഒരു തലമുറയ്ക്ക് വേണ്ടി എപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട് അനുഭവിച്ചു കൊള്ളുന്നതാണ്. ആ മാതാവിൻ്റെ വിശ്വാസ ജീവിതവും ഇന്ന് വരെ ആ പ്രാർത്ഥന എന്നെ പിന്തുടരുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലത്തിൽ ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ കൊണ്ട് കർത്താവ് കൃപ ചെയ്യും. അപ്പോൾ തന്നെ ഞാൻ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ എൻ്റെ മാതൃസഭയായിരിക്കുന്ന ഷാരൂഖ് ഫെലോഷിപ്പ് ചർച്ച് കടമലയുടെ നോർത്തിലെ സൺഡേ സ്കൂൾ അധ്യാപകർ, അന്ന് ആ സമയത്തുണ്ടായിരുന്ന ദേവദാസന്മാർ, അവരുടെ ഉപദേശങ്ങൾ, അവരുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാൻ കൊണ്ട് കർത്താവ് കൃപ ചെയ്തു. അതിനുശേഷം പഠനത്തിന് ശേഷം ജോലിയുള്ള ബന്ധത്തിൽ ഞാൻ വെളിയിൽ ഒരു 10 വർഷത്തോളം ആയിരുന്ന സമയമുണ്ട്. ഈ 10 വർഷം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുണ്ട കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ഇരുണ്ടുപോയില്ല, പക്ഷേ എനിക്കൊരു ആത്മീയ ദർശനം നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം ഉണ്ടായി. കാരണം ആരാധനയ്ക്ക് പോകും, മ്യൂസിക്കിനാണ് ഞാൻ പ്രൊമോ വായിക്കുമായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തൊക്കെ ഞാനുണ്ട്, പക്ഷേ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഏതോ ദൈവദാസന്മാർ പ്രസംഗിച്ചാലും വീട്ടിൽ വന്ന് അവരെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഏത് ന്യൂനതകളെ കണ്ടുപിടിക്കുന്ന ഒരു തലത്തിലേക്ക് എൻ്റെ ആത്മീയ തലം മാറിപ്പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 2000 ആ ഒരു കാലഘട്ടം. അതായത് ഏകദേശം 10 വർഷത്തോളം. എന്നാൽ അവസാന സമയമായപ്പോൾ കർത്താവ് എന്നെ തൊടുവാനിടയായിത്തീർന്നു. അവിടെ വെച്ചാണ് ഞാൻ പരിശുദ്ധ ആത്മാവിനാൽ നിറയപ്പെടുവാൻ ഇടയായിത്തീർന്നത്. അതിനുശേഷം ഞാൻ സൗദി അറേബ്യയിൽ ജോലിയുള്ളതിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. 2013 മുതലാണ് ഞാൻ ശുശ്രൂഷയുടെ ബന്ധത്തിലായിരിക്കുന്നെങ്കിൽ അതിനു മുമ്പ് തന്നെ അനേകം വർഷങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ എടുത്തു പറയേണ്ടുന്ന ഒരു പേരാണ് പാസ്റ്റർ S.A. ജോവാസ്. അദ്ദേഹമാണ് എന്നെ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ തലത്തിലേക്ക് വേർതിരിപ്പാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദർശനം എന്താ പറയുന്നത്, എനിക്ക് മലയാളം എന്നോ വായിച്ചതുപോലെ ശരിക്കും മനസ്സിലാക്കുവാൻ കഴിയാതെ ഇരുന്ന എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൻ്റെ അകത്തെ ആഴങ്ങൾ എന്താണ്, മർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാകുവാൻ തക്കോളം കർത്താവ് കൃപ ചെയ്തു. ആരും പഠിപ്പിക്കാതെ തന്നെ അനേകം കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചു തരുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ അവിടെ വളരുവാൻ അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ വളരുവാൻ തക്കോണം അവിടുത്തെ സഭയും ഒക്കെ കാരണം ആയിരുന്നു. അതിനുശേഷമാണ് 2013 ദമാമിന് ഇൻഡിപെൻഡന്റ് എല്ലാ സഭകളും വിശ്വാസികളും ചേർന്ന് ആരാധിക്കുന്ന ദൈവസഭയുടെ ശുശ്രൂഷകളുടെ ബന്ധത്തിലായിരിക്കാൻ തക്കോളം കർത്താവ് കൃപ ചെയ്തു. അവിടെ ആയിരുന്ന ഇതിനോടൊപ്പം ശുശ്രൂഷിച്ച പാസ്റ്റർ ഷാജി ഇപ്പോഴും അവിടുത്തെ ദൈവസഭ ഇന്നും ഈ സമയം നടക്കുമ്പോഴും ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത്ര ആത്മീയമായ തലത്തിൽ ആത്മീയ ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു പൂർണ്ണ സപ്പോർട്ട് തരുന്ന ഒരു സഭയായിരുന്നു തിരുദാസനായിരുന്നു. അവരെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. എന്നാൽ 2022 ഞാൻ ഈ UK പ്രദേശത്ത് കടന്നു വരുമ്പോഴത്തെ കോണി കർത്താവ് കുറിച്ചു ഇവിടെ ആയിരുന്നപ്പോഴും കർത്താവിൻ്റെ നാട്ടിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ കഴിയുന്നിടത്തോളം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും വെളിപ്പാടിനാലും ദൈവം എനിക്ക് തന്ന കാഴ്ചപ്പാടനുസരിച്ച് ശുശ്രൂഷിപ്പാനും പ്രവർത്തിപ്പാനും ഒക്കെ വേണം കർത്താവ് കൃപ ചെയ്തു. അതുമില്ല എന്നാൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമായിരുന്നു. ദൈവത്തിന്റെ പദ്ധതികളെ മറിച്ചു കളയുവാൻ ലോകത്തിന് ആർക്കും കഴിയുകയില്ല. അതില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി ഈ ചുറ്റുപാടുള്ള അനേക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഭൗതികമായ നന്മകൾ പ്രാപിക്കുവാനുള്ള ഒരു മുഖാന്തരമായി ഒരു ടൂളാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതില്ല അങ്ങനെയല്ല, മറിച്ച് നിത്യതയുടെ ദർശനത്തിനാൽ ഒരു കൂട്ടം ജനത്തെ വാർത്തെടുക്കാൻ വേണം ഇടയാകണമെന്നുള്ള ആഗ്രഹത്തോട് ഇന്ന് രാത്രിക്കാലം ഞാൻ നിങ്ങളുടെ നടുവിലാവുകയാണ്. ആ യോഗത്തിലാണ് ഇങ്ങനെ ഈ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട് ഉള്ള ഈ ശാവ ഫെലോഷിപ്പുമായിട്ട് അഫിലിയേഷനിലേക്ക് കടന്നു തക്കവണ്ണിക്കാൻ കൃപ ചെയ്യുന്നത്. ഇവിടെ ഞാൻ സാക്ഷ്യം പറഞ്ഞു നീട്ടുന്നില്ല. ഹല്ലേലൂയ. ഈ ചുരുക്ക സമയത്ത് ഞാൻ പറയുകയാണ്, ദൈവദാസന്മാരും ദൈവവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വലിയതാണ്. ഹല്ലേലൂയ. അത് എനിക്ക് നന്നായിട്ട് അറിവുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഇതൊക്കെയും ദൈവത്തിന് കടന്നു കൊടുക്കേണ്ടതായി ഇരിക്കുവാണ്. അതൊരു മാനുഷികമായ വാക്കുകൾ കൊണ്ടോ മാനുഷികമായ ജ്ഞാനങ്ങൾ കൊണ്ടോ ഒന്നും ഒരു ദൈവസഭയിൽ നടത്തുവാനോ ദൈവ പ്രവർത്തനങ്ങൾ നടത്തുവാനോ വേണമെന്നില്ല. ഉയരത്തിന് അളവില്ലാത്ത ദൈവവും ഉയരത്തിന് അളവില്ലാത്ത ജ്ഞാനവും ആലോചനയും എനിക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആയിരിക്കുന്ന എന്നോടൊപ്പം ആയിരിക്കുന്ന എൻ്റെ കുടുംബത്തെ ഞാൻ ഈ സമയത്ത് ഓർത്ത് ഒരു പ്രാർത്ഥന കൂടെ നിങ്ങളുടെ നിലയിൽ പറയുകയാണ്. എപ്പോഴും ആത്മീയ തലത്തിലും ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുതും. ഏതെല്ലാം കൈത്താങ്ങുകൾ തരണമോ, ഏതെല്ലാം പ്രാർത്ഥനയോ, ഏത് കാര്യത്തിലും എൻ്റെ ഭാര്യയും അതുപോലെ നിന്റെ മകനും എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു കുടുംബം എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം തന്നെ എൻ്റെ സഭയിലായിരിക്കുന്ന ഇപ്പോഴായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും എല്ലാ കുഞ്ഞുങ്ങളും ഹല്ലേലൂയ ഞാൻ എന്ത് പറയുന്നു അതിനനുസരിച്ച് നിൽപ്പാൻ തക്കവണ്ണം അതൊരു പൂർണ്ണ ബലത്തോടെ പൂർണ്ണ ഒരു മനസ്സോടെ നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവര്, ഈ ഐക്യതയോട് ഈ ദേശത്ത് ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ സമയത്ത് ഞാൻ ഒരുപാട് പറഞ്ഞു ഞാൻ വേഗത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളോട് സ്നേഹിച്ച് ഈ ദൈവസഭയെ സ്നേഹിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും അതുപോലെ തന്നെ ഈ ദൈവസഭയുടെ നാമത്തിലുമുള്ള നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. പല പ്രിയപ്പെട്ടവരും ദൂരെ നിന്നും ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കടന്നു പോകാനായി അവരെല്ലാം നന്ദിയോട് ഓർക്കുകയാണ്. ഞാൻ നന്ദി പറയുവാൻ വേറെ അവസരമുള്ള വ്യക്തികളോടും ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇവിടെ ശുശ്രൂഷകൾ നയിച്ച് അതിന് പൂർണ്ണമായ സപ്പോർട്ട് നൽകുകയാണ്. പ്രിയ ദൈവങ്ങൾക്കുള്ള നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. ഒരിക്കലോട് ഞാൻ നന്ദി പറയുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സഹകരണത്തിനും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ തന്നെ നിങ്ങളുടെ വിളികളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളൂ. ദൈവയുടെ ധാരാളമാണ് കാര്യങ്ങൾ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ചൊല്ലുന്നു. നാം ഏവരെയും രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അവിടവിടങ്ങളായി സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഈ അടുത്ത കാലത്തായി UK, അയർലൻഡ് രാജ്യങ്ങളിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ, സഭകൾ ഉദിക്കുകയും ഉയരുകയും വളരുകയും ചെയ്യുന്നത് കണ്ട് അത് കണ്ടും കേട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരുന്നു എന്നുള്ളത് തിരുനാമ മഹത്വത്തിനായി പറയട്ടെ. അങ്ങനെ പോർട്സ്മിത്ത് ശാലേം പെന്തക്കോസ്റ്റ് ചർച്ച് എന്ന നാമധേയത്തിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഒരു പുതിയ പ്രവർത്തനം തുടങ്ങുന്നു എന്ന് കേട്ടതിൽ സർവശക്തനായ ദൈവത്തിന് അതിയായി സ്തോത്രം ചെയ്യുകയാണ്. സെപ്റ്റംബർ 6-ാം തീയതി ഔദ്യോഗികമായി ഇനാഗുറേഷൻ ചെയ്ത് ആരംഭിക്കുന്ന ആത്മീക കൂട്ടായ്മയ്ക്ക് പാസ്റ്റർ ബിജു പി ബേബിയുടെ മാതൃസഭയായ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് കടമ്പനാട് നോർത്ത് അഥവാ തുവയൂർ സഭയുടെയും എല്ലാ അംഗങ്ങളുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധമായ അനുമോദനങ്ങളും ആശംസകളും ആശീർവാദങ്ങളും അർപ്പിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ബിജു പി ബേബിയെയും
അദ്ദേഹത്തോട് ഒരുമിച്ച് കർത്താവിനെ സത്യത്തിൽ ആത്മാലും ആരാധിക്കുന്ന സർവ്വജനത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൽ നിന്ന് സകല ഗൈഡൻസും എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഹിസ് ഗ്രേസ് ബി വിത്ത് യു ഓൾ. അമേൻ. അമേൻ. താങ്ക് യു. Praise the Lord. It is known that a new Sharon Fellowship Church is going to be inaugurated on 6th September under the leadership of Pastor Biju P. Baby. On this blessed occasion of the inauguration of your new church, I extend my heartfelt congratulations and warm wishes. May this sanctuary be a place where lives are transformed, hearts are healed, and the presence of God is powerfully felt. This new beginning is a testimony of God's faithfulness and the unwavering commitment of His people. May the church continue to grow in grace, truth, and love, shining as a light in the community and beyond. May the Lord bless this ministry abundantly, guide every step, and use this church mightily for His kingdom and glory. Congratulations once again, and may the grace of our Lord Jesus Christ be with you all. Yours in Christ, Joy C. Daniel, Secretary of Sharon Fellowship Church, Kadamarad North, and member of Sharon Fellowship Church. ഈ ബോസ്ഫോസിനെ അടുത്തുള്ള ഈ പട്ടണത്തിൽ കടന്നു വന്ന് കർത്താവയുടെ ദൈവസഭയോട് ഒരുമിച്ച് ദൈവസഭയിലായിരിക്കാൻ അവിടെ ഓരോരുത്തരും നൽകുന്ന വലിയ ഭാഗ്യത്തിനായി നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നാളുകളായി ഇവിടെ ദൈവസഭ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഏത് വലിയ സമയത്ത് കർത്താവെ സ്തോത്രം ഇവിടെ ഈ ദൈവസഭ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഇവിടെ ദൈവദാസനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏൽപ്പിക്കുവാനൊക്കെ വേണം. സ്വലോടെയാക്കി ദൈവത്തിന്റെ കൃപകൾക്കായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഈ ദൈവസഭയെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൈവസഭ കർത്താവെ ഈ ദേശത്തിന് അത് അനുഗ്രഹമാക്കി ദൈവമാറ്റാറുകളെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവജനത്തെ ഈ ദേശത്ത് കർത്താവെ ഹല്ലേലൂയ പാവത്തിൽ കിടക്കുന്ന ഹല്ലേലൂയ അനേകപ്പെട്ട ഹല്ലേലൂയ ജനത്തെ ഹല്ലേലൂയ നിത്യതയ്ക്ക് ഓഹരിക്കാരാക്കി തീർക്കുവാൻ സ്വർഗ്ഗം തന്നെയാക്കുവാനായിരുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഒരു കാരാഗ്രഹമാണ് നിലവിളിച്ചുകൊണ്ട് ഹല്ലേലൂയ പൗലോസ് ശീലാസിന്റെ അടുത്തേക്ക് ഓടിയെത്തിയതുപോലെ ഹല്ലേലൂയ യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യവുമായിട്ട് കർത്താവെ നാളുകളിൽ ഏകം ജനം ഹല്ലേലൂയ കടന്നു വരുവാൻ സ്വർഗ്ഗം തന്നെയാക്കുവാനായിരുന്നു പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. ശുശ്രൂഷകരുടെ ഹല്ലേലൂയ അധികാരത്തോടെ കർത്താവിന്റെ ദാസനെ ഉള്ളതുമായി ദൈവോപയോഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ ഹല്ലേലൂയയുടെ കടന്നു വന്ന എല്ലാ ജനത്തിനായി സ്തോത്രം. കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർക്കായി സ്തോത്രം. കർത്താവിന്റെ സാമൂഹികമായി സ്തോത്രം. കർത്താവേ ദേശത്ത് ഹല്ലേലൂയ അനേക ഹല്ലേലൂയ ദൈവസഭയ്ക്ക് ഹല്ലേലൂയ സഭകൾക്ക് എഴുന്നേൽക്കാൻ കാരണമാകത്തക്ക വിധത്തിൽ കർത്താവിന്റെ ദാസനെ ഉപയോഗിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയസഹോദരനായ സ്തോത്രം. ഈ വലിയ സമയത്ത് ഈ മീറ്റിംഗ് ലീഡർഷിപ്പ് ദാവദാസനെയോടെയായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവദാസന്മാരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകളെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഇപ്പോൾ നിങ്ങൾ സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞിരിക്കണം. കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. പലരായും നിങ്ങൾ ഒരുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം. Partnerna stått ചെയ്യാം. Stått ദിവസങ്ങളിൽ മക്കളുണ്ടായി സ്തോത്രം ചെയ്താൽ ശുശ്രൂഷകന്മാരെ കർത്താവിനെ പഠിക്കാനായി സ്തോത്രം ചെയ്താൽ ഈ ദിവസമൊക്കെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ വലിയ വലിയ സ്നേഹം കൊണ്ട് പൊതുവിനായി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിനായി ശുശ്രൂഷിക്കണേ. ആശുശ്രീ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ
ലോകത്തിലെ വിശുദ്ധന്മാർ പ്രത്യേകാലത്തേക്ക് വിശ്വസിക്കുന്ന ആശ്രയ സഭയുടെ കർത്താവിന്റെ കയ്യിലേക്ക് മാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.